നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ സെപ്റ്റംബർ 4 ബുധനാഴ്ച അതിശക്തിയാർന്ന മൂന്നാം പിറയാണ്. നിങ്ങളുടെ പണവരവ് കോടി മടങ്ങ് പെരുകാനും കടബാധ്യത പൂർണ്ണമായും തീരാനും 1 സ്പൂൺ പച്ചരിയും 2 രൂപ നാണയവും മാത്രം മതി. മാസം തോറും വരുന്ന മൂന്നാം പിറ ദിവസം ചെയ്യേണ്ട മന്ത്രജപങ്ങൾ, നാമജപങ്ങൾ, രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ താന്ത്രിക പരിഹാരങ്ങളെക്കുറിച്ചും ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് അതിശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ്. പണവശ്യത്തിനു വേണ്ടിയുള്ള പരിഹാരങ്ങളാണെങ്കിലും താന്ത്രികമാണെങ്കിലും അതെല്ലാം വെള്ളിയാഴ്ച, അമാവാസി, പൗർണമി കൂടാതെ മൂന്നാം പിറ ദിവസങ്ങളിലും ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. നാളെ മൂന്നാം പിറ ദിവസം ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ നിബന്ധനകളോ ഇല്ല. ഈ അത്ഭുത താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ആദ്യം തന്നെ നാളെ മൂന്നാം പിറ ദർശിക്കുവാൻ സാധിക്കുന്ന സമയം എപ്പോഴാണെന്ന് നോക്കാം. നാളെ സന്ധ്യയ്ക്ക് 6:39 മുതൽ രാത്രിയിൽ 7:20 മൂന്നാം പിറ നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നവർ ഈ ഒരു സമയത്ത് ചെയ്യുന്നതിലൂടെ ഇരട്ടി ഫലം ലഭിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും സാഹചര്യത്താൽ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് നാളെ വൈകിട്ട് 6:30 മുതൽ രാത്രി 12 മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു താന്ത്രികം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നാളെ ചൊല്ലേണ്ട അതിശക്തിയാർന്ന ഒരു തിരുനാമത്തെക്കുറിച്ചും പറയുന്നുണ്ട്. തിരുനാമം എന്നാൽ അത് ഈശ്വരന്റെ തിരുപേരിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈശ്വരന്റെ പേരുകൾ ചൊല്ലുന്നതിനോ അല്ലെങ്കിൽ എഴുതുവാനോ യാതൊരുവിധ തടസ്സമോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഈ താന്ത്രികം ചെയ്യുവാനും കുളിക്കണമെന്ന നിർബന്ധമില്ല. അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും അതല്ല പുലവാലായ്മ ഉള്ളവർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇനി 2 രീതിയിൽ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ വീട്ടിലുണ്ട്, വീടിന്റെ ബാൽക്കണിയിലോ ടെറസിലോ നിന്ന് ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ വീടിന്റെ മുറ്റത്ത് നിന്ന് ഈ ഒരു പരിഹാരം ചെയ്യുവാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. അതായത് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്താൽ കൂടുതൽ ഫലം ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഓഫീസിലോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിലോ ആണ്, അവിടെ നിന്നും പുറത്തു വന്ന ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു ഇടത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ചിലർ വീട്ടിലുണ്ടെങ്കിലും വീടിന് പുറത്തു വന്ന് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങളുടെ വീടിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ വീടിന്റെ ടെറസിലോ ബാൽക്കണിയിലോ അല്ലെങ്കിൽ വീടിന്റെ മുറ്റത്ത് വന്നുകൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്യുവാൻ സാധിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുക. ഇനി മഴക്കാലം ആയതുകൊണ്ട് തന്നെ മഴമേഘങ്ങൾ കൊണ്ട് മൂന്നാം പിറ കാണുവാൻ സാധിച്ചില്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല. വീടിന്റെ പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കി നിന്നുകൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്യുക. ഇനി വീടിനുള്ളിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഒരു പരിഹാരം ചെയ്യുന്നതെങ്കിലും പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കി നിന്നുകൊണ്ട് വേണം അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് വേണം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ. ഇനി പ്രായമായവരോ അല്ലെങ്കിൽ തറയിലിരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ കസേരയിൽ ഇരുന്നു കൊണ്ടും നിങ്ങൾക്ക് ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ തറയിൽ ഇരുന്നാലും ശരി അതല്ല കസേരയിൽ ഇരുന്നാലും വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ഇരുന്ന് തന്നെ ഈ മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഓഫീസിലോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ ഇരുന്നുകൊണ്ടാണ് ഈ പരിഹാരം നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കി ഇരിക്കുവാനോ നിൽക്കുവാനോ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഒരു 10 മിനിറ്റ് ബ്രേക്ക് ടൈം നിങ്ങൾക്ക് ലഭിച്ചാൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിലിരുന്ന് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നവർ നിർബന്ധമായും പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കി ഇരുന്നുകൊണ്ടോ നിന്നുകൊണ്ടോ മെത്തേഡ് ചെയ്യുക. ഇനി ഒരുപാട് പേർക്ക് സംശയമുണ്ടാകും, പണം സമ്പാദിക്കുന്നവർ മാത്രമേ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ ഒരിക്കലുമില്ല. അതായത് ഭർത്താവ് ജോലിക്ക് പോവുകയാണെങ്കിൽ ഭാര്യയായ നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഭാര്യയാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ ഭർത്താവായ നിങ്ങൾക്കും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി ജോലിക്ക് പോകുന്ന മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്കും ഈ മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്കും ഈ മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരു കുടുംബത്തിലുള്ള ഏതംഗത്തിനും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ കുടുംബത്തിൽ നല്ല രീതിയിലുള്ള പണവരവ് ഉണ്ടാകുന്നതാണ്. താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ്. ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് കുറച്ച് പച്ചരി, അതായത് 1 സ്പൂൺ പച്ചരിയും 2 രൂപ നാണയവും മാത്രമാണ്.
ഇനി നിങ്ങൾ വിദേശത്താണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ചന്ദ്രദർശനം കാണാൻ സാധിക്കുന്ന ആ ഒരു സമയം എപ്പോഴാണെന്ന് ദൃക് പഞ്ചാംഗത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. കാരണം ഓരോ നാട്ടിലും ചന്ദ്രദർശനത്തിന്റെ സമയം വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ നാട്ടിൽ ഏത് സമയത്താണോ ചന്ദ്രദർശനം ആ ഒരു സമയത്താണ് ഈ പരിഹാരം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 2 രൂപ നാണയം ഇല്ലാത്തവർ നിങ്ങളുടെ നാട്ടിൽ 2 എന്ന സംഖ്യയെ സൂചിപ്പിക്കുന്ന നാണയം ഏതാണോ അത് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ 1 എന്ന സംഖ്യയെ സൂചിപ്പിക്കുന്ന 2 നാണയവും എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഇന്ത്യയിലുള്ളവരാണ്, എന്നാൽ 2 രൂപ നാണയം നിങ്ങളുടെ കയ്യിലില്ല, അങ്ങനെയുള്ളവർക്ക് 1 രൂപയുടെ 2 നാണയം ഉപയോഗിച്ചും ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി 2 രൂപ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ 2 എന്ന സംഖ്യ ചന്ദ്രഭഗവാന് വിശേഷപ്പെട്ടതാണ്. അതുപോലെ തന്നെ പച്ചരി നിങ്ങളുടെ നാട്ടിൽ ലഭിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ചോറ് വെക്കുവാൻ ഏതരിയാണോ ഉപയോഗിക്കുന്നത് ആ അരി എടുക്കാവുന്നതാണ്. പൗർണമി കൂടാതെ 3-ാം പിറ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന താന്ത്രികത്തിൽ പച്ചരി ഉപയോഗിക്കുന്നതിലൂടെ ഇരട്ടി ഫലം ഉണ്ടാകുന്നതാണ്. നെല്ലും അരിയും ചന്ദ്രഭഗവാന് വളരെയധികം വിശേഷപ്പെട്ടതാണ്. അതിൽ പച്ചരിയാണ് പൊതുവായി എല്ലാ താന്ത്രികങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കാറ്. ഇനി നിങ്ങളുടെ നാട്ടിൽ പച്ചരി ഇല്ല എങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം ഭക്ഷണത്തിന് ഏതരിയാണോ ഉപയോഗിക്കുന്നത് അതെടുക്കുക. ഇനി അരി എടുക്കുമ്പോൾ 1 സ്പൂൺ പച്ചരി മാത്രം എടുത്താൽ മതിയാകും. ഇനി സ്ത്രീകളാണ് പരിഹാരം ചെയ്യുന്നതെങ്കിൽ, അതല്ല പുരുഷന്മാരാണെങ്കിലും നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ 1 സ്പൂൺ പച്ചരി എടുക്കുക. അതിനുശേഷം പച്ചരിക്ക് മുകളിലായി 2 രൂപ നാണയം വെച്ച് കൈകൾ നല്ലതുപോലെ മുറുകെ പിടിക്കുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സുകൊണ്ട് ചന്ദ്രഭഗവാനോട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. പണം വന്നു ചേരണം, പണം കുമിഞ്ഞു കൂടണം, പണം നിറയണം എന്ന് ചന്ദ്രഭഗവാനോട് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. അതിനുശേഷം ഇനി പറയുന്ന ഈ തിരുനാമം കുറഞ്ഞത് ഒരു 10 മിനിറ്റ് എങ്കിലും ചൊല്ലുക. ഇനി 10 മിനിറ്റ് നിങ്ങൾക്ക് ചൊല്ലുവാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ളവർക്ക് കുറഞ്ഞത് 5 മിനിറ്റ് ഈ തിരുനാമം ചൊല്ലുക. ഇനി ഇത്ര തവണ ചൊല്ലണം, അതായത് കൗണ്ടിങ് ഇതിന് പ്രധാനമല്ല. വെറും 10 മിനിറ്റ് മാത്രം ഈ തിരുനാമം ചൊല്ലിയാൽ മതിയാകും. ഇനി 10 മിനിറ്റ് ചൊല്ലിയാൽ മതിയല്ലോ, വളരെ വേഗത്തിൽ ചൊല്ലാം എന്ന് കരുതരുത്. സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടി വേണം ഈ തിരുനാമം ചൊല്ലുവാൻ. കാരണം എത്ര തവണ ചൊല്ലുന്നു എന്നതിലല്ല കാര്യം, അതെങ്ങനെ ചൊല്ലുന്നു അതാണ് പ്രധാനം. അതുകൊണ്ട് ചന്ദ്രഭഗവാനെയും ശിവഭഗവാനെയും നല്ലതുപോലെ മനസ്സിൽ സങ്കല്പിച്ച് ഈ തിരുനാമം ചൊല്ലുക. ഇനി തിരുനാമം ചൊല്ലുമ്പോൾ ഉച്ചത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധ പതറാതെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേണം ഈ തിരുനാമം ചൊല്ലുവാൻ. വീടിന് പുറത്ത് നിന്നുകൊണ്ടാണ് ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആകാശത്ത് നോക്കി ഈ തിരുനാമം ചൊല്ലുക. ഇനി വീടിനുള്ളിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നവർ കണ്ണുകൾ അടച്ചോ അല്ലെങ്കിൽ കണ്ണുകൾ തുറന്നോ ഇത് ചൊല്ലാവുന്നതാണ്. ഇനി അതിശക്തിയാർന്ന ആ തിരുനാമം ഏതാണെന്ന് നോക്കാം. ഓം ചന്ദ്രമൗലീശ്വരായ നമഃ, ഓം ചന്ദ്രമൗലീശ്വരായ നമഃ, ഓം ചന്ദ്രമൗലീശ്വരായ നമഃ. വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന തിരുനാമമാണിത്. ഈ തിരുനാമം ചൊല്ലി തീർന്നതിന് ശേഷം ചന്ദ്രഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് പണം വന്നു ചേരണം, പണം കുമിഞ്ഞു കൂടണം, പണം നിറയണം എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെച്ച പച്ചരിയും നാണയവും ഒരു ചെറിയ സിപ്ലോ കവറിലാക്കി വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ തുണിയിൽ കിഴി പോലെ കെട്ടിവെക്കാവുന്നതുമാണ്. പച്ച, മഞ്ഞ, വെള്ള ഈ നിറത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ തുണിയിലാണ് കിഴി പോലെ കെട്ടിവെക്കേണ്ടത്. ഇനി സിപ്ലോ കവറിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിലും അതല്ല കിഴി കെട്ടിയാണ് വെക്കുന്നതെങ്കിലും ഇത് നിങ്ങളുടെ പണം വെക്കുന്ന പണപ്പെട്ടിയിലോ അലമാരയിലോ അതല്ലെങ്കിൽ മണി പേഴ്സിലോ ആണ് വെക്കേണ്ടത്. ഇങ്ങനെ വെക്കുന്ന ഈ പച്ചരി 3 മാസത്തിലൊരിക്കൽ മാറ്റിയാൽ മതിയാകും. ഇനി മാറ്റുമ്പോൾ അതിലെ നാണയം പ്രത്യേകമായി എടുത്തു വെക്കുക. പച്ചരി ആരും ചവിട്ടാത്ത സ്ഥലത്തിടാവുന്നതാണ്, അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിലും ഇടാവുന്നതാണ്. ഇനി ഈ പരിഹാരത്തിന് ഉപയോഗിച്ച നാണയം ചിലവാക്കുവാൻ പാടില്ല. 3 മാസത്തിലൊരിക്കൽ 3-ാം പിറ വരുന്ന ദിവസം ഈ താന്ത്രികം തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ ഒരു പരിഹാരം ചെയ്ത് ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പണവരവിൽ അസുര വളർച്ചയുണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ശിവഭഗവാന്റെയും ചന്ദ്രഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.